ആയിരിക്കുകയാണ്. ശക്തമായ മഴയുണ്ടായിട്ടും നമുക്ക് ഇത്രയും പേർക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. ഈ ദൈവവചന ശുശ്രൂഷ മീഡിയയിൽ കൂടി കാണുന്ന എല്ലാവർക്കും വിശേഷാൽ വന്ദനം പറയുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വെളിപ്പാട് പുസ്തകമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അനേകർക്ക് അനുഗ്രഹമാണെന്ന് എന്നോട് പറയാറുണ്ട്. അവരെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യമാണ് സ്തോത്രം ഇന്ന് രാത്രിയിൽ വായിപ്പാൻ ആഗ്രഹിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവൻ്റെ കാൽക്കൽ വീണ്, അപ്പോൾ അവൻ എന്നോട്, അതരുത്, ഞാൻ നിനക്കും യേശുവിൻ്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹഭൃത്യനത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 19-ന്റെ 10-ാം വാക്യമാണ് നാം വായിച്ചത്. യോഹന്നാൻ വെളിപ്പാടിൽ ഈ ഭാവി കാര്യങ്ങളെ എല്ലാം കാണിച്ചു കൊടുത്തപ്പോൾ വലിയ വലിയ സംഭവങ്ങളാണ് താൻ കണ്ടുകൊണ്ടിരുന്നത്. താനതെല്ലാം എഴുതാൻ പറയുന്നു. അതെല്ലാം എഴുതി ഇതെല്ലാം കേട്ടപ്പോഴത്തേക്ക് താൻ ഒരു വിഭ്രമത്തിലായിപ്പോയി. യോഹന്നാൻ അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള കാര്യം യോഹന്നാൻ അറിയാം. പക്ഷേ ഈ വലിയ സ്വർഗീയ ദർശനവും സ്വർഗീയമായ അരുളപ്പാടുകളും കേട്ടപ്പോൾ അത് കാണിച്ചു കൊടുത്ത ദൂതനെ അറിയാതെ നമസ്കരിച്ചു. ഒരു വിഭ്രമം പോലെ. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളാണേലും അങ്ങനെ ചെയ്തു പോകും. കാരണം ഇത്രയും വലിയ സംഭവങ്ങൾ കാണിച്ചു തരുന്ന അവൻ മഹാനായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അറിയാതെ പറ്റിയൊരു കാര്യമാണ്. അത് ഒരു ഉപദേശമായിട്ട് പറയുന്ന കാര്യമല്ല, അറിയാതെ തനിക്ക് പറ്റിയൊരു കാര്യമാണ്. കാണിച്ചു കൊടുത്ത ദൂതനെ അവൻ നമസ്കരിച്ചു. അപ്പോൾ ദൂതൻ പറഞ്ഞ എന്നാ? അതരുത്, ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹഭൃത്യനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി മനസ്സിലാക്കണം, ദൈവദൂതന്മാരെന്ന് പറയുന്നത് ദൈവ മക്കളുടെ സേവിക്കാനുള്ള ആളുകളാണ്. അവരുടെ ദൂതന്മാരാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയുന്നത്, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് എന്തു ചെയ്യും? കൽപ്പിക്കും. അപ്പം ആരാധനയ്ക്ക് യോഗ്യൻ യേശു മാത്രമാണ്. സ്വർഗീയ പിതാവാണ്. ദൈവം മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അതാണ് നമ്മുടെ ടോപ്പിക് ഇന്നത്തെ. ദൈവം മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. സകല മഹത്വത്തിനും യോഗ്യൻ ദൈവമാണ്. സ്തോത്രം. ദൈവമല്ലാതെ വേറൊരാളും ആരാധനയ്ക്ക് യോഗ്യനല്ല. ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നാം അറിയണം. ഹല്ലേലൂയ. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ഞാനിപ്പോൾ കിട്ടുന്ന എഴുത്തിൽ നിന്നെല്ലാം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ അളവ് നമുക്കാരുടെയും നമ്മുടെ തലയിൽ ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. ഇസ്രായേലിന്റെ മുൻ ചെയർമാനും കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം, ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റുകയില്ലെന്നാണ് പറയുന്നത്. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നമുക്കത് അറിയാൻ ഗ്രഹിക്കാൻ പോലും പറ്റാത്തതാണ്. വലിയ വലിയ ക്യാമറ അല്ലെങ്കിൽ ടെലസ്കോപ്പ് വെച്ച് ഈ ഭൂമിയും പ്രപഞ്ചവും നക്ഷത്രങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ച് അവർ പറയുക, ഇതുപോലെയുള്ള അനേക ഗാലക്സികൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണമേ. അത് മാത്രമല്ല, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. നമുക്കിതൊന്നും നമ്മുടെ തലയിലോട്ട് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. നക്ഷത്രങ്ങളും ഗാലക്സികളും തമ്മിൽ യോജിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞന്മാർ ഒത്തിരി കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് അതിനെക്കുറിച്ച് കിട്ടുന്ന അറിവുകൾ നമ്മൾ ഇന്ന് ലഭിക്കുന്നത് നല്ലതാണ് നമുക്ക്. കാരണം ഇതൊന്നും അറിയാൻ വയ്യാഞ്ഞ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞു. 19-ാം സങ്കീർത്തനത്തിൽ ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേല എന്തു ചെയ്യുന്നു? പ്രസിദ്ധമാക്കുന്നു. അത് വായിച്ച് നമ്മൾ പോകാറുണ്ട്. സങ്കീർത്തനം ഞായറാഴ്ച വായിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ മഹത്വം എന്താണെന്ന് അറിയത്തില്ല. ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുമ്പോഴാണ് ഇത്രയും മഹത്വം ഉണ്ടോ എന്നുള്ള കാര്യം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. അവൻ മക്കളില്ലാത്തവനായിരുന്നു. നീ പുറത്തിറങ്ങി നക്ഷത്രങ്ങളെ നോക്കുക, ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണാമെങ്കിൽ എണ്ണിക്കോ എന്ന് പറയുക. അതിനേക്കാളധികം സന്തതികളെ നിനക്ക് തരുമെന്ന് കർത്താവ് പറയുക. അപ്പോൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കുറിച്ച്, അവൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. നമ്മളാരും വശീകരിക്കപ്പെട്ട് അതിനെ നമസ്കരിക്കാനല്ല പറഞ്ഞിട്ടോ.
സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ ഒന്നും നമ്മൾ നമസ്കരിക്കാനല്ല. നമുക്കിത് ഇന്നും ഒരു ദോഷവും ചെയ്യുകയല്ല. ഹല്ലേലൂയ. ചില ആളുകൾ വിശ്വസിക്കാറുണ്ട് ദോഷം ചെയ്യുന്ന ചില പെൺപിള്ളേർക്ക് കല്യാണം പറയുമ്പോൾ പറയാറുണ്ട് ചൊവ്വാദോഷമുണ്ടെന്ന്. ചൊവ്വാദോഷം നമുക്ക് ചൊവ്വാദോഷവും ഇല്ല, ബുധനാഴ്ചത്തെ ദോഷവും ഇല്ല. കാരണം സ്തോത്രം, ഇതെല്ലാം കർത്താവിൻ്റെ കയ്യിലുള്ള കാര്യമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചിന്തിച്ചു വരുന്നത് ആരാധനയ്ക്ക് യോഗ്യൻ കർത്താവാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ നമ്മുടെ യേശു കർത്താവ് 40 ദിവസം ഉപവസിച്ചു. 40 ദിവസം ഉപവസിച്ചതിന് ശേഷം അവന് വിശന്നു കഴിഞ്ഞപ്പോൾ അവൻ ഭക്ഷിക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ സാത്താൻ വന്ന് അവനോട് പറയുന്നൊരു കാര്യമാണ്, മോളെ ഒന്ന് വായിച്ചു വിട്ടേ. മത്തായി 4:1 മുതൽ. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതിന് അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടി എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കണേ, ഇത് വിശദമായി വായിപ്പിച്ചത് സ്തോത്രം നാം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടിയാണ്. യേശു കർത്താവിനെ പിശാച് പരീക്ഷിക്കുമ്പോൾ യേശു കർത്താവ് കൃത്യമായി പറയുകയാണ്, സ്തോത്രം, ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. ഹല്ലേലൂയ. ഭൗതിക നന്മയ്ക്ക് വേണ്ടി സാത്താനെ സേവിക്കുന്ന അനേക ആളുകളുണ്ട്. അനേക ഇടങ്ങളിൽ സാത്താനെ സേവിക്കുന്ന ആളുകളുണ്ട്. അവരുടെ അന്ത്യമെല്ലാം പരിതാപകരമായിരിക്കും. പണത്തിനു വേണ്ടി സാത്താനെ സേവിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകളുടെ അന്ത്യം പരിതാപകരമാണ്. ചില ആളുകൾ മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളും ഒക്കെ മറ്റുള്ളവർ നശിക്കാൻ വേണ്ടി ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നന്മ പ്രാപിക്കാൻ വേണ്ടി പലതും ചെയ്യാറുണ്ട്. ഇതൊക്കെ താൽക്കാലികമാണ്, അതെല്ലാം നശിച്ചു പോകാനുള്ളതാണ്. നമ്മൾ അറിയണം, ആരാധനയ്ക്ക് യോഗ്യൻ സ്തോത്രം നമ്മുടെ കർത്താവാണ്, നമ്മുടെ ദൈവമായ കർത്താവാണ്. ആരാധനയ്ക്ക് യോഗ്യനായവൻ നമ്മുടെ കർത്താവാണ്. അതുകൊണ്ട് അവനെ മാത്രമേ ആരാധിക്കാവൂ. ലോകത്തിൽ ഒരു മനുഷ്യനെയും പരിശുദ്ധൻ എന്ന് വിളിക്കരുത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എന്നെ ശ്രദ്ധിക്കുന്ന ഒത്തിരി പേരുണ്ട്. ലോകത്തിൽ ഏത് വലിയ നേതാവാണെങ്കിലും ആത്മീയ ആചാരനാണെങ്കിലും അവനെ പരിശുദ്ധനെന്ന് വിളിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണേ, പരിശുദ്ധൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ. നമ്മൾ സമുദായത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവം മാത്രമാണ് പരിശുദ്ധൻ. അതും പറയും, പിന്നെ വേറെ ചിലതും കൂടെ പറയും. നമ്മൾ പറയാറില്ലേ, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു എന്ന് നമ്മൾ ആയിരുന്നവ പറയാറുണ്ട്. അത് നമ്മളിപ്പോഴും ആവർത്തിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ കൗമായിട്ട് പറയാറില്ലെന്നുള്ളതേ ഉള്ളൂ. ദൈവം മാത്രമാണ് പരിശുദ്ധൻ, അവൻ ഏകസത്യ ദൈവമാണ്. ഇന്ന് പല നേതാക്കന്മാരെയും ആത്മീയ ആചാര്യന്മാരെയും പരിശുദ്ധനെന്ന് കയറി വിളിക്കുന്നത് കൊണ്ടാണ് ഇന്ന് സമുദായ സഭകളിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ഞാനിതെല്ലാം ശ്രദ്ധിക്കാറുണ്ട്. ഇന്ന് സമുദായ മേലധ്യക്ഷന്മാരെ ഒരു കൂട്ടം ആളുകൾ പരിശുദ്ധനെന്ന് പറഞ്ഞ് വാഴ്ത്തുമ്പോൾ മറ്റേ ആളുകൾ ചീത്ത പറഞ്ഞാൽ വാഴ്ത്തുന്നത്. ആ പരിശുദ്ധനെന്ന് പറയുന്നവരെ മറ്റേ ആളുകൾ ചീത്ത വിളിക്കും. എന്തെല്ലാം കാര്യങ്ങളാണ് സഭാപരമായി ഞാനിതെല്ലാം വായിക്കാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്, കാണാറുണ്ട്. ഇന്ന് ക്രിസ്തീയ സമുദായത്തിലും സംഘടനകളിലും പറ്റുന്ന കുഴപ്പം, മനുഷ്യനെ ആരാധിക്കുകയും മനുഷ്യനെ ബഹുമാനിക്കുകയും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അവൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം മേടിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുക. അതൊന്നും ദൈവിക വ്യവസ്ഥയല്ല. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ഒരു മനുഷ്യനെയും, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, പരിശുദ്ധൻ എന്ന് വിളിപ്പാൻ അർഹനല്ല. പരിശുദ്ധൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ്, അത് പാപമാണ്. ഹല്ലേലൂയ. ഒരിക്കൽ ഹേരോദാവിനെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു, അവിടെ ദേശത്ത് ക്ഷാമമാണ്, ആഹാരമില്ലാതിരുന്നപ്പോൾ
അവൻ്റെ ദേശത്ത് നിന്നാണ് ആഹാരം ലഭിച്ചുകൊണ്ടിരുന്നത്. ഹേരോദാവിനെ കണ്ടപ്പോൾ ജനങ്ങൾ ആർത്തു. എങ്ങനെ ആർത്തത്? ഇവൻ ദേവനാണ് എന്ന് പറഞ്ഞ് ആർത്തു. അപ്പോൾ തന്നെ തിരുവചനം പറയുകയാണ്, അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട്, തിരുവചനം പറയുകയാണ്, ദൈവത്തിൻ്റെ ദൂതനവനെ അടിച്ചു. കാരണം അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കാഴികയാൽ ദൈവത്തിൻ്റെ ദൂതനവനെ അടിച്ചു. അവൻ എന്തായി? കൃമിക്കിരയായി പ്രാണനെ വിട്ടു. കാരണം മനുഷ്യനെ അങ്ങനെ പറയാൻ കഴിയത്തില്ല. മനുഷ്യനെ അങ്ങനെ പറയാൻ കഴിയത്തില്ല. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ സ്വർഗീയ പിതാവിനെ മാത്രമേ പിതാവേ എന്നും വിളിക്കാവുള്ളൂ എന്ന്. ഹല്ലേലൂയ. പിതാവേ എന്ന് വിളിക്കാൻ സ്തോത്രം. ഹല്ലേലൂയ. പിതാവേ എന്ന് വിളിക്കാൻ യോഗ്യൻ കർത്താവ് മാത്രമാണ്. മറ്റുള്ളവരെ പിതാവേ എന്ന് വിളിക്കുന്നതും തെറ്റാ. അപ്പോസ്തലന്മാരെ പെന്തക്കോസ്ത് നാളിൽ പത്രോസിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ പെന്തക്കോസ്ത് നാളിൽ അവിടെയുള്ള ആളുകൾ വിളിച്ചതാണ്, സഹോദരന്മാരായ പുരുഷന്മാരെ, രക്ഷപ്രാപിപ്പാൻ ഞങ്ങൾ എന്തു ചെയ്യേണ്ടു? സഹോദരന്മാരായ പുരുഷന്മാരെ, ശ്രേഷ്ഠനായ അപ്പോസ്തലനായ പത്രോസിനെയും യോഹന്നാനെയും തോമാസിനെയും യാക്കോബിനെയും ചേർന്നുള്ള ആ 11 വരെ വിളിക്കുകയാണ്. എങ്ങനെയാണ്? സഹോദരന്മാരായ പുരുഷന്മാരെ. ക്രിസ്തീയ നേതൃത്വത്തിൽ ഇതിനപ്പുറത്തോട്ടൊന്നും ക്രിസ്ത്യൻ ദൈവം ആഗ്രഹിക്കുന്ന കാര്യമല്ല. ഇതെല്ലാം മാനുഷികമായ കാര്യമാണ്. മാനുഷികമായ കാര്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തോത്രം വലുതല്ല. അതുകൊണ്ടൊരു മടങ്ങിവരവ് നമുക്ക് ആവശ്യമാണ്. തന്നെത്താൻ ശോധന ചെയ്യണം. ഏതെങ്കിലും ഒരു മനുഷ്യനെ പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ നീ പാപം ചെയ്യുക. കാരണം ദൈവം മാത്രമാണ് പരിശുദ്ധൻ. ദൈവമല്ലാതെ ഒരു പരിശുദ്ധനുമില്ല. ഒന്നുകൂടി ഓർപ്പിച്ച് പറയട്ടെ, അത്യുന്നതനായ ദൈവമല്ലാതെ പരിശുദ്ധൻ ആരുമില്ല. അവൻ തന്നെ, യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ പോകത്തില്ല. അവൻ ആരാധനയ്ക്ക് യോഗ്യനാ. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 7 മുതൽ വായിക്കുമ്പോൾ, കിഴക്ക് നിന്ന് വിദ്വാൻമാർ വന്നു, നക്ഷത്രം അവരുടെ മുകളിൽ ഉണ്ടായിരുന്നു. അവർ നക്ഷത്രം നോക്കി ഇങ്ങ് വരികയാണ്. വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു മാനുഷികമായ ചിന്ത. കാരണം രാജാവ് ജനിക്കുന്നത് കൊട്ടാരത്തിലാണ്. നമ്മുടെ ഇപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കുന്ന പോലെ അവർ നക്ഷത്രം നോക്കിയാ, അവരത് പഠിച്ചിട്ടുള്ളവരാ. ആ നക്ഷത്രം നോക്കി വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നക്ഷത്രത്തിലോട്ടുള്ള നോട്ടം മാറി. അവരവിടെ വന്നപ്പോൾ ഹേരോദാവിൻ്റെ കൊട്ടാരം എവിടാന്ന് അന്വേഷിച്ചു. കൊട്ടാരത്തിൽ ചെന്ന് ഹേരോദാവിനെ ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിക്കുവാനിടയായി. പ്രിയമുള്ളവരെ, അവരുടെ സമയത്തെ ആ നക്ഷത്രത്തെ നോക്കേണ്ടതിന് പകരം ഹേരോദാവിൻ്റെ കൊട്ടാരം അന്വേഷിച്ചതുകൊണ്ട് അനേക കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുവാനിടയായി. കാരണം 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയെല്ലാം കൊല്ലുവാൻ ദൈവമായ സ്തോത്രം കൊല്ലുവാൻ ഹേരോദാവ് കൽപ്പന കൊടുത്തു. ദൈവമായ കർത്താവിൻ്റെ പദ്ധതിയെ പൊളിക്കാൻ അവർ പ്ലാൻ ചെയ്തു. സ്തോത്രം. എന്നാൽ രാത്രിയിൽ യോസഫിന് ദൈവം വെളിപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ആ ഭാഗം വായിക്കുമ്പോൾ അവിടെ ഇങ്ങോട്ട് എഴുതിയിരിക്കുകയാണ്. അവർ 7-ാമത്തെ വാക്യം 7 മുതൽ വായിച്ചോളെ. എന്നാറെ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ചു. നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പിൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന്. അവൻ സൂക്ഷ്മമായിട്ട് പറയാ, കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കും എന്ന് വെച്ചാൽ കൊല്ലാനാ. എല്ലാവരും പറയുന്ന കാര്യമൊന്നും നമ്മൾ വിശ്വസിക്കരുത് കേട്ടോ. ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ നമ്മളെക്കുറിച്ച് നന്നാക്കാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പം ചില ആളുകൾ ഇതിലേക്ക് വാട്സപ്പിലേക്ക് ചില മെസ്സേജ് വരും. അത് നമ്മൾ തുറന്നാൽ ബാങ്കിൽ കിടക്കുന്ന പൈസ പോകുമെന്നാണ് പറയുന്നത്. അതുപോലെ മാത്രമല്ല, നമ്മളെ ആളുകൾ വളരെ ശ്രദ്ധിക്കണം. ഇന്നെല്ലാം ചതുവിൻ്റെയും വഞ്ചനയുടെയും കാലമാണ്. ഒരു മനുഷ്യരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ് ഈ കാലം. കാരണം മനുഷ്യർ അങ്ങനെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഹേരോദാവ് പറയാം, നിങ്ങൾ പോയി അന്വേഷിച്ചേച്ച് വാ, ഞാനും അവനെ പോയി എന്ത് ചെയ്യാന്? നമസ്കരിക്കാമെന്ന്. സ്തോത്രം. വായിച്ചോ മോളെ. ഞാനും ചെന്നവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പിൻ എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. ഇത് ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിയായിരുന്നു കേട്ടോ. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോട് കൂടെ കണ്ടു. വീണ അവനെ നമസ്കരിച്ചു. വളരെ ശ്രദ്ധിക്കണം. ആ വീണ അവനെ നമസ്കരിച്ചു എന്നുള്ളതൊന്ന് അടിവരയിട്ട് സൂക്ഷിക്കണം. യോസഫിനെയും മറിയെ അല്ല ആരാധിച്ചത് അവന്.
വളരെ ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവിന് തെറ്റ് പറ്റിയിട്ടില്ല കേട്ടോ, പരിശുദ്ധാത്മാവിന് തെറ്റ് പറ്റിയിട്ടില്ല. മറിയയും യോസഫും ആരാധനയ്ക്ക് യോഗ്യരല്ല. ആരാധനയ്ക്ക് യോഗ്യരായിരുന്നെങ്കിൽ അവരെ നമസ്കരിച്ചേനും. വളരെ വ്യക്തമായി ഇത് പറയുമ്പോൾ എന്തിനാ ആളുകൾക്ക് ഇത്ര ചോനിപ്പ്? ഹല്ലേലൂയ. ചില ആളുകൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ കയറ്റത്തില്ല. ഇത് പറഞ്ഞാൽ ഇതിനകത്ത് കിടന്ന് വിഷമിക്കുന്നില്ല. നിങ്ങളുടെ വല്ലവരും ആണോ അവർ? വചനം കൃത്യമായിട്ട് ഇവിടെ എഴുതി വെച്ചേക്കുവാണ്. വീണ് അവനെ നമസ്കരിച്ചു. ആരാ? കൊച്ചു കുഞ്ഞ്, ജനിച്ചതേ ഉള്ളൂ, അധികം ദിവസമായില്ല. അവർ നടന്നു വരുന്ന സമയത്തിൻ്റെ ആ സമയമായതേ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണമേ. വീണ് അവനെ നമസ്കരിച്ചു. അവിടെ ചെന്ന് ആരാധനയ്ക്ക് യോഗ്യൻ കർത്താവാണ്. അവൻ ചെറുതാണേലും വലുതാണേലും അവൻ ജഡാവതാരം എടുത്തതുകൊണ്ടാണ്, മനുഷ്യനായി പിറന്നതുകൊണ്ടാണ് അവൻ അങ്ങനെ ആയിരിക്കുന്നത്. ശിമിയോനെ ഇവനെ പരിച്ഛേദന ഏൽപ്പിച്ച് ആ ദേവാലയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ശിമിയോൻ എന്ന് പ്രായമേറിയ മനുഷ്യൻ വന്ന് അവനോട് പറയുന്ന കാര്യമുണ്ട്. ഇപ്പോൾ നാഥ, സമാധാനത്തോടെ അടിയനെ അയക്കണമേ. നിന്റെ വചനപ്രകാരം എൻ്റെ കണ്ണ് നിന്നെ കാണുവാൻ ഇടയായല്ലോ എന്ന് പറഞ്ഞു. ശിമിയോനും എന്താ ചെയ്തത്? അവനെ മഹത്വപ്പെടുത്തി മറ്റവരോടെ യോസഫിനെ മറിയയും അനുഗ്രഹിച്ചു. എന്നിട്ട് പറഞ്ഞു, മറിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ ഹൃദയത്തിൽ കൂടെ ഒരു വാള് കടക്കുമെന്ന് പ്രവചനമായിട്ട് പറയുവാനിടയായി. കാരണം യേശു കാൽവറിയിൽ യാഗമാകണമെന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് നിയോഗിച്ച് നടത്തിയത് കൊണ്ട്, അവൾക്കറിയാമെന്നതുകൊണ്ട് മറിയോട് പറഞ്ഞ നിന്റെ ഹൃദയത്തിൽ കൂടെ ഒരു വാള് നടക്കുമെന്ന് പറയുവാനിടയായി തീർന്നു. യേശുവിനോട് പറഞ്ഞ് ശ്രദ്ധിക്കുക, ഇപ്പോൾ നാഥ, കാരണം അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. കയ്യിലെടുത്തിരിക്കുന്ന കുഞ്ഞിനെ അവൻ വിളിക്കുകയാണ്, ഇപ്പോൾ നാഥ, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ അടിയനെ സമാധാനത്തോടെ അയക്കണമേ. ആരാധനയ്ക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു ശബ്ദം വരണം, ഇപ്പോൾ നാഥ, അടിയനെ ഒന്ന് അനുഗ്രഹിക്കണമേ, അടിയനെ ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന് നമ്മുടെ ആരാധനയിൽ വരുമ്പോൾ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ, പൊളിറ്റിക്സ് കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ, വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നാം ഞായറാഴ്ച ആരാധനയ്ക്ക് വരുന്നത് ആരാധനയ്ക്ക് യോഗ്യനും മഹത്വത്തിന് യോഗ്യനും സ്തുതികൾക്ക് യോഗ്യനുമായ യേശു കർത്താവിനെ ആരാധിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ മഴയാണേലും വെയിലാണേലും അതിനുവേണ്ടി വില കൊടുത്തു വരുന്നത്. ആരാധനയ്ക്ക് വില കൊടുത്തു വരുന്ന ആളുകളുണ്ട്. ആരാധനയ്ക്ക് വില കൊടുക്കുന്നവർക്ക് നിശ്ചയമായിട്ടും ദൈവം അതിന് പ്രതിഫലം നൽകും, നിശ്ചയമായിട്ടും പ്രതിഫലം നൽകും. ശിമിയോൻ പറയുക, ഇപ്പോൾ നാഥ. നമ്മളെത്ര ഭാഗ്യവാന്മാരാ! നമ്മുടെ കർത്താവിനെ അപ്പാ പിതാവേ എന്ന് വിളിപ്പാനുള്ള അവകാശം സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമുക്ക് നൽകിയില്ലേ? അത് തന്നെ എത്ര വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ വായിച്ചത് വീണ് അവനെ നമസ്കരിച്ചു. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം 1 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടുന്ന് സ്തോത്രം കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുക. അദ്ദേഹം വിശുദ്ധനായിരുന്നു, സ്തോത്രം ധർമ്മം കൊടുക്കുന്നവനായിരുന്നു, സ്തോത്രം പ്രാർത്ഥിക്കുന്നവനായിരുന്നു, സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് വായിച്ച മോളെ, സ്തോത്രം. ഹല്ലേലൂയ. കൈസരിൽ ഇത്താലിക്ക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി. ശ്രദ്ധിക്കണം, അവൻ യഹൂദനൊന്നും അല്ലായിരുന്നു. ഇറ്റലിയിലുള്ള ഒരു മനുഷ്യനാ. സ്തോത്രം. അവൻ എന്ത് ചെയ്തു? സ്തോത്രം സകല ഗ്രഹത്തോടും കൂടെ സ്തോത്രം ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു. അടുത്തത്, ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും കൊണ്ടിരുന്ന ഒരു പട്ടാളക്കാരൻ. അവനോട് ദൈവം ഇടപെട്ടു. അവനോട് പറഞ്ഞു, നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസിനെ വരുത്തണമെന്ന് പറഞ്ഞു. നീ അവൻ്റെ വചനം കേൾക്കണമെന്ന് പറഞ്ഞു. ഈ ദർശനം കണ്ടുകൊണ്ട് അവൻ ചിലരെ അയച്ചു. സമയമില്ലാത്തതുകൊണ്ട് വാക്യം വായിക്കുന്നില്ല. അതിൻ്റെ സ്തോത്രം 24 വാക്യങ്ങൾ വായിക്കാം. ഹല്ലേലൂയ. പിറ്റേന്നാൾ കൈസരിയിലെത്തി. അവൻ വിട്ടിയ ആളുകൾ പിറ്റേന്നാൾ കൈസരിയിലെത്തി. അവിടെ കൊർന്നല്യോസ് ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതന്മാരെയും കൂട്ടിവരുത്തി അവർക്കായി കാത്തിരുന്നു. നോക്കിക്കേ, ഒരു മീറ്റിംഗ് നടത്തുന്നതിൻ്റെ സന്തോഷം കണ്ടോ? ഹല്ലേലൂയ. അവർക്കായിട്ട് കാത്തിരുന്നു. സ്തോത്രം. അവർ ആളെ വിട്ടിട്ട് കൊർന്നല്യോസ് എന്തെല്ലാം ബദ്ധപ്പാടാണ് നടത്തിയെന്നറിയാമോ? ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ ആരെയെങ്കിലുമൊക്കെ നമ്മുടെ സ്വന്തക്കാരെയും വീട്ടുകാരെയും ചാർച്ചക്കാരെയും ഒക്കെ ഒന്ന് വിളിക്കണം. ഒരുപക്ഷെ ചിലപ്പോൾ ഇച്ചിരി ചായയോ കാപ്പിയോ ചോറോ എല്ലാം ചിലവായെന്ന് വരും.
ഇതൊന്നും നമ്മൾ നോക്കാതെ നമ്മൾ എന്ത് നേടാനാണ് ഉള്ളത്? പ്രാർത്ഥനകൾ നടക്കുമ്പോൾ വീട്ടുകാരെയും ചാർച്ചക്കാരെയും ഒക്കെ വിളിക്കണം. നമ്മളതിനകത്ത് ചെലവ് നോക്കേണ്ട കാര്യമില്ല. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണമേ. സ്തോത്രം. അവരെ വിളിച്ചു, അവർക്കായി കാത്തിരുന്നു. അടുത്തത്, പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നല്യോസ് എതിരേറ്റ് അവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. പത്രോസ് അകത്ത് കടന്നപ്പോൾ കൊർന്നല്യോസ് എഴുന്നേറ്റ് അവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. സ്തോത്രം. അപ്പോൾ പത്രോസ് പറയുന്ന ഒരു കാര്യം, എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനത്രേ. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണേ. ഇന്ന് ഏറ്റവും പ്രാധാന്യമുള്ള അപ്പോസ്തോലന്മാരിൽ ഒരു അപ്പോസ്തോലനാണ് പത്രോസ്. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം, ഈ പത്രോസ് തന്നെ, ജീവനുള്ള പത്രോസ് തന്നെ അവരോട് പറയുകയാണ്, ഈ പട്ടാളക്കാരെ അവൻ്റെ മുമ്പിൽ ശതാധിപൻ വീണ് നമസ്കരിച്ചപ്പോൾ ഞാനൊരു മനുഷ്യനാണെന്ന് പറഞ്ഞു, എഴുന്നേൽക്കാൻ പറഞ്ഞു. കാരണം ഒരു മനുഷ്യനും ആരാധനയ്ക്ക് യോഗ്യനല്ല. പത്രോസോ പൗലോസോ യോഹന്നാനോ തോമസോ ഒരു സ്ത്രീകന്മാരോ ആരാധനയ്ക്ക് യോഗ്യനല്ല. ആരാധനയ്ക്ക് യോഗ്യനായവൻ നമ്മുടെ കർത്താവ് മാത്രമാണെന്നുള്ള കാര്യം ശക്തമായി ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ. ആരാധനയ്ക്ക് യോഗ്യൻ, മഹത്വത്തിന് യോഗ്യൻ സ്വർഗീയ പിതാവ്. ആ സ്വർഗീയ പിതാവിനെ തൻ്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രനാണ് വെളിപ്പെടുത്തി തന്നത്. അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അവനല്ലാതെ വേറെ ആരുമില്ല ആരാധനയ്ക്ക് യോഗ്യൻ. ഇന്ന് കാണുന്ന ഈ കാര്യങ്ങൾ ആരാധന പിശാചിൻ്റെ വലിയൊരു തന്ത്രമാണ്. ആരാധന ദൈവത്തിന് കൊടുക്കാതെ, സ്തോത്രം, മനുഷ്യരിലേക്ക് മാറ്റുന്നത് ദൈവത്തിൻ്റെ തന്ത്രമാണ്. ജീവിച്ചിരുന്ന പത്രോസ് പറയുമ്പോൾ ഞാനൊരു മനുഷ്യനാണ്, എന്നെ നമസ്കരിക്കരുതെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് നമ്മൾ പലരിക്കൂടെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥനയുടെ നാമം യേശുവിൻ്റെ നാമമാണ്. ഏക മധ്യസ്ഥൻ യേശുവാണ്. ഇതുവരെയും നിങ്ങൾ എൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചിട്ടില്ല. നിങ്ങൾ എൻ്റെ നാമത്തിൽ പ്രാർത്ഥിപ്പീൻ, പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് നൽകി തരാമെന്ന് അരുളി ചെയ്ത കർത്താവ്. സ്തോത്രം. അവൻ മാത്രമാണ് പ്രാർത്ഥനയുടെ മധ്യസ്ഥൻ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെയാണ് പിതാവിനോട് അപേക്ഷിക്കേണ്ടത്. വേറെ യാതൊന്നും ദൈവവചന അടിസ്ഥാനമല്ല, മറ്റു പലതും പാരമ്പര്യമായ കാര്യങ്ങളാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണമേ. ഇപ്പം ചിലരെന്നെ വിമർശിക്കും, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കോ, ഒരു ദിവസം യേശു കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. അപ്പോൾ അറിഞ്ഞില്ല എന്ന് വരാതിരിക്കേണ്ടതിനാണ് ഈ ദൈവത്തിൻ്റെ വചനം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഇതിൻ്റെ വചനം ബോധ്യപ്പെടുത്തി തരിക എന്നുള്ളതാണ് നമ്മുടെ കാര്യം. നമുക്കറിയാം, എത്യോപ്യക്കാരനായ ഷണ്ണൻ തിരുവചനം വായിച്ചുകൊണ്ട് പോകുമ്പോൾ അവൻ വായിക്കുന്നത് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് പീലിപ്പോസ് ചോദിച്ചു. പീലിപ്പോസ് ചേർന്ന് ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തൂടെ നടക്കുമ്പോൾ ആണ്, ഇന്നത്തെ ഗാസ, അവൻ പോകുന്ന വഴിയാ. ഒരുത്തൻ പൊരുൾ തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിപ്പാൻ കഴിയുമെന്ന് ചോദിച്ചു. സ്തോത്രം. വചനത്തിൻ്റെ പൊരുൾ തിരിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ഒരു സമുദായമോ ഒരു സംഘടനയോ നിന്നെ ദൈവരാജ്യത്തിൽ വിടത്തില്ല. നീ ദൈവരാജ്യത്തിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിച്ച് ദൈവികമായ കൂട്ടായ്മയിൽ പോയെങ്കിലേ കർത്താവിൻ്റെ കാന്തയായി തീരുവാനിടയാകത്തുള്ളൂ. കർത്താവ് കാണിച്ചു തന്ന മാതൃക പ്രകാരം കർത്താവിൻ്റെ കാന്തയായി തീർന്നെങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ പോകത്തുള്ളൂ. ഹല്ലേലൂയ. അതാണ് ദൈവിക വ്യവസ്ഥ. ഇവിടെ പത്രോസിന് പറയുകയാണ്, എന്നെ നമസ്കരിക്കരുത്, ഞാനും ഒരു മനുഷ്യരാണ് എന്ന് പറയുവാനിടയായി തീർന്നു. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം 8 മുതൽ വായിക്കുമ്പോൾ, ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായൊരു മനുഷ്യനുണ്ടായിരുന്നു. പൗലോസ് പ്രസംഗിക്കുമ്പോൾ പൗലോസും ബർണബാസുമാണ് അവിടെ പോയത്. അവരെ കണ്ട് ഉറ്റുനോക്കി, അവനവരെ സൗഖ്യമാക്കി. ആ സമയം അവിടുത്തെ പൂജാരികൾ, ഒന്ന് വായിച്ചോളെ, 14-8 മുതൽ. ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാത്തതയുള്ള ഒരു പുരുഷനുണ്ടായിരുന്നിരുന്നു. അവന് പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിക്കുവാൻ അവന് വിശ്വാസമുണ്ടെന്ന് കണ്ടിട്ട്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കുക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ട്, ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വരുന്നുവെന്ന് ലുക്കാവ്യോസ് ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു. ബർന്നബാസ് ഇന്ദ്രനും എന്ന് പൗലോസ് മുഖ്യ പ്രസംഗിയാൽ അവന് ബുധൻ എന്ന് പേര് വിളിച്ചു. പട്ടണത്തിന്റെ മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളെയും, ശ്രദ്ധിക്കണേ, മാറ്റരുത്, അവിടെയുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളെയും
പൂമാലകളെയും ഗോപുരത്തെങ്കൽ കൊണ്ടുവന്ന് പുരുഷാരത്തോട് കൂടെ യാഗം കഴിപ്പാൻ തുടങ്ങി. അവരുടെ മുമ്പിൽ യാഗം. സ്തോത്രം, ഹല്ലേലൂയ. നമുക്കൊരു ചില ബഹുമാനമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാണ്. പക്ഷേ ഇവിടെ പൗലോസ് പറയുന്ന താഴോട്ട് വായിച്ചേ മോളെ. ഇത് അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിന്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ചു പറഞ്ഞത് പുരുഷന്മാരെ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഈ യാഗവും കർമ്മവും എല്ലാം എന്താണ്? എന്തിനു വേണ്ടിയാണ്? യെശയ്യാവിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ വ്യർത്ഥമായ കാഴ്ച കൊണ്ടുവരരുത്. ഇത് നിങ്ങളോട് ചോദിച്ചത് ആര്? നമ്മുടെ ദൈവമായ കർത്താവ് ആരോടും ഒരു കാര്യം ചോദിച്ചിട്ടില്ല. നീ എണ്ണ കൊണ്ടുവരണം, മെഴുകുതിരി കൊണ്ടുവരണം, തേങ്ങ കൊണ്ടുവരണം, അത് കൊണ്ടുവരണം, ഇത് കൊണ്ടുവരണം എന്നൊന്നും നമ്മുടെ ദൈവമായ കർത്താവ് ചോദിച്ചിട്ടില്ല. അവിടെയും പറയുന്നത് ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് വായിച്ചോളെ. ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരാണ്. ജീവിച്ചിരുന്ന സ്ലീഹന്മാർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഈ തിരുവചനം വെച്ചാണ് നമ്മെ ന്യായം വിധിക്കുന്നത്. നാം ഒരു ദിവസം ന്യായവിധി സമയത്ത് നിൽക്കുമ്പോൾ സ്തോത്രം കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കേണ്ടി വരും. നമ്മുടെ കേരളത്തിലുള്ളവർ നല്ലപോലെ എഴുത്തും വായനയും പഠിപ്പുമുള്ള ആളുകളാണ്. നിങ്ങൾ ചതിക്കപ്പെടരുത്. സ്തോത്രം. ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവുള്ളൂ. പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മളുമായി കർത്താവ് കണക്ക് തീർക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളുമായി കർത്താവ് കണക്ക് തീർക്കുന്ന ഒരു ദിവസമുണ്ട്. അപ്പോൾ എങ്ങനെ നിൽക്കും? നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഈ ദേശത്ത് എല്ലായിടത്തും ഉണ്ടാകുന്നതിൻ്റെ കാര്യം, ദേശത്തോട് കാര്യങ്ങൾ പറയാൻ വേണ്ടി ദൈവം ആക്കിയിരിക്കുന്ന. നോഹയുടെ കാലത്ത് ജലപ്രളയമുണ്ടായി. അതുവരെയും മഴയില്ലായിരുന്നു. ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങിയാണ് അത് നനച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ദൈവമായ കർത്താവ് പറഞ്ഞു, മനുഷ്യൻ്റെ പാപം നിമിത്തം ഞാൻ ജനത്തെ നശിപ്പിക്കും, നീ നിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകമുണ്ടാക്കുക എന്ന് പറഞ്ഞു. നോഹ പ്രസംഗിച്ചു. നീതിപ്രസംഗിയായ നോഹ എന്നാണ് എഴുതിയിരിക്കുന്നത്. നോഹയുടെ പ്രസംഗത്തിൽ ആരും ആ ദേശത്ത് മാനസാന്തരപ്പെട്ടില്ല. ആളുകൾ ഒരുപക്ഷെ കളിയാക്കി കാണും, നീ പെട്ടകം ഉണ്ടാക്കി ഇത്രയും കാലം പ്രസംഗിച്ചല്ലോ, ഒരുത്തനും വന്നില്ലല്ലോ. എന്നാൽ സ്തോത്രം, ഇവൻ പെട്ടകമെല്ലാം പണിത് കഴിഞ്ഞപ്പോൾ സ്തോത്രം മൃഗങ്ങളാണ് ഈ രണ്ടും 7 ഒക്കെ മൃഗങ്ങൾ വന്ന് കയറി. ഒരുപക്ഷെ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ കളിയാക്കി കാണും, ഇവൻ ഇത്രയും കാലം പ്രസംഗിച്ചിട്ടും ഇവന് കിട്ടിയത് കുറേ മൃഗങ്ങളാണല്ലോ. മൃഗങ്ങൾ, നമ്മളൊന്ന് അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്കൊന്ന് ചിന്തിച്ചേ. മനുഷ്യന്മാർ കളിയാക്കുകയല്ലേ? നമ്മുടെ അയലോക്കത്തുള്ളവരാണ് കളിയാക്കുകയല്ലേ? ഇത്രയും കാലം പ്രസംഗിച്ചിട്ടും ആരാ മാനസാന്തരപ്പെട്ടത്? ഒരുത്തരും മാനസാന്തരപ്പെട്ടില്ലല്ലോ. ഇവന് വട്ടാന്നൊക്കെ പറയും. ഹല്ലേലൂയ. മൃഗങ്ങൾ ഈരണ്ടായി വന്നു. ഹല്ലേലൂയ. പെട്ടകത്തിൽ കയറി. സ്തോത്രം, ഹല്ലേലൂയ. മോശ ദൈവമായ കർത്താവ് നോഹയോട് പറഞ്ഞു, നീയും കുടുംബവും പെട്ടകത്തിൽ കടക്കാം. നോഹയും നോഹയുടെ ഭാര്യയും സ്തോത്രം 3 മക്കളും അവരുടെ ഭാര്യമാരും, അവരുടെ മക്കളുടെ കാര്യം എഴുതിയിട്ടില്ല, ഭാര്യമാരും, അങ്ങനെ 8 പേരാണ് പെട്ടകത്തിൽ കടന്നത്. പെട്ടകത്തിൽ ദൈവമായ കർത്താവ് കയറാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇന്നത്തെ പോലെ അന്ന് വീഡിയോയും കാര്യമൊന്നുമില്ല. ഇന്ന് ഉണ്ടായിരുന്ന മൊബൈലിൽ വീഡിയോ എടുത്ത് ഇട്ടാനും. കാരണം ഈ വട്ട് കണ്ടോ, മഴയില്ല വെയിലുമില്ല, വെള്ളം പൊങ്ങുമെന്ന് പേടിച്ച് എന്ത് ചെയ്യാൻ പോവുക? പെട്ടകത്തിൽ കയറുന്ന ഒക്കെ ഗ്രൂപ്പിലുമൊക്കെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇട്ടാനും ഇവർ കയറുന്നത്. ഇവരെല്ലാം നിങ്ങൾ ഭാവനയിലൊന്നും കണ്ടേ, മൃഗങ്ങളെല്ലാം കയറി തട്ടുതട്ടായുള്ള സ്ഥലങ്ങളിൽ അതിനെ ആക്കി. സ്തോത്രം. നോഹയോടും കുടുംബത്തോടും ദൈവം അകത്ത് കയറാൻ പറഞ്ഞു. അടുത്തൊരു വാക്യം എഴുതിയിട്ടുണ്ട്, യഹോവയായ ദൈവം എന്ത് ചെയ്തു? വാതിലടച്ചു. യഹോവയായ ദൈവം വാതിലടച്ചു. ഇന്ന് രാത്രിയിൽ സുവിശേഷത്തിൻ്റെതായ സത്യം നമ്മൾ ഘോഷിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴാണ് ഈ വാതിലടയുന്നതെന്നറിയത്തില്ല. ദൈവമായ കർത്താവ് വാതിലടച്ചാൽ പിന്നെ രക്ഷപ്പെടാൻ കഴിയത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, വാതിലടച്ചിട്ട് മഴ പെയ്തില്ല, പിന്നീടാണ് മഴ പെയ്തത്. എന്തോരം പരിഹാസങ്ങൾ അദ്ദേഹം ഏറ്റ് കാണും. ഹല്ലേലൂയ. ഇംഗ്ലീഷ് സായിപ്പന്മാർ ഇതിൻ്റെ സിനിമ ഒക്കെ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല രസമുള്ള കാര്യങ്ങളാണ്. ചില ക്ലിപ്പൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വരുന്നത്. ആളുകൾ കളിയാക്കുന്നത്, നോഹ മരം വെട്ടുന്നത്, നോഹ അറക്കുന്നത്, ഇതെല്ലാം ക്ലിപ്പായിട്ടൊക്കെ ഇടാറുണ്ട്. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ. സ്തോത്രം.
ഹല്ലേലൂയ. കാര്യം മാറി. യഹോവയായ ദൈവം ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നു. 40 രാവും 40 പകലും മഴ പെയ്തു. സ്തോത്രം. സമുദ്രത്തിൻ്റെയും ഉറവുകൾ തുറന്നു. വെള്ളം അടിക്കടി പൊങ്ങാൻ തുടങ്ങി. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അമേരിക്കയിൽ ടെക്സാസിൽ ഒരു നദിയിൽ 3/4 മണിക്കൂർ കൊണ്ട് 60 അടിയോളം വെള്ളം പൊങ്ങിയെന്നാണ് എഴുതിയേക്കുന്നത്. 3/4 മണിക്കൂർ കൊണ്ട്. അങ്ങനെയെങ്കിൽ ദൈവം തമ്പുരാൻ ഉറവ് തുറന്നു കഴിഞ്ഞപ്പോൾ, സ്തോത്രം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, മഴ പെയ്തപ്പോൾ കളി കാര്യമായി. പ്രിയമുള്ളവരെ, ഈ സുവിശേഷ പ്രസംഗങ്ങളൊക്കെ നിൽക്കാൻ പോകുക. കർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ സുവിശേഷ പ്രസംഗങ്ങളില്ല, പിന്നെ കളി കാര്യമാകുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നുള്ള വചനം ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ ഓർപ്പിക്കുക. സ്തോത്രം. അവർ പറഞ്ഞ കാര്യം എന്താ? അതോട് പെട്ടെന്ന് വായിച്ചാൽ വേണം. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യം വിട്ട്. വളരെ ശ്രദ്ധിച്ചേ. ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സ്ലീഹന്മാർ പറയുന്നത് വ്യർത്ഥ കാര്യമെന്നാണ്, ഒരു പ്രയോജനമില്ലാത്ത കാര്യമെന്നാണ്. പ്രിയമുള്ള, വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലതും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയണമെന്ന് പറഞ്ഞു. ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയണം. ആകാശവും ഭൂമിയും സകലവും സൃഷ്ടിച്ച ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയണം. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി വീണ്ടും ഓർപ്പിക്കുകയാണ്, ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയണം. ആകാശവും ഭൂമിയും അതിലുള്ള സകലത ഉരുവാക്കിയ ദൈവത്തെങ്കിലേക്ക് തിരിയണം. ഇന്ന് രാത്രി അത് ഒന്നുകൂടി ഓർപ്പിക്കുക. സ്തോത്രം. വീണ്ടും വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യം വായിച്ചപ്പോൾ വീണ്ടും യോഹന്നാൻ അബദ്ധം പറ്റുകയാണ്. ആദ്യം 19-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഒന്ന് നമസ്കരിച്ചു. 22-ാം അധ്യായം 8-9 വാക്യങ്ങൾ. ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. കേൾക്കുകയും കാണുകയും ചെയ്തതിനു ശേഷം അതിനെനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണ് നമസ്കരിച്ചു. അത് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ വീണ്ടും നമസ്കരിച്ചു. എന്നാൽ അവൻ എന്നോട് അതരുത്. ദൂതൻ പറയാ അതരുത്. ദൂതന്മാരെ ആരാധിക്കാൻ പാടില്ല. ദൂതൻ പറയാ അതരുത്. ഞാൻ നിന്റെയും നിന്റെ വീണ്ടും എടുത്തു പറയാ, 2 പ്രാവശ്യം പറയാ, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യനാണ്. വളരെ ശ്രദ്ധിക്കണമേ, സഹഭൃത്യനാണെന്ന്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ദൂതന്മാരെ ആരാധിക്കാൻ പാടില്ല. കൊലോസ്യ ലേഖനം എഴുതുമ്പോൾ, സ്തോത്രം, 2-ാം അധ്യായം 16 വാക്യങ്ങളുടെ വായിച്ച് നമുക്ക് ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 16 വാക്യങ്ങൾ. ഹല്ലേലൂയ. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ, പെരുന്നാള്, വാവ്, ശബത്ത് എന്നീ കാര്യങ്ങളിൽ ആരും നിങ്ങളെ എന്ത് ചെയ്യരുത്? വിധിക്കരുത്. ഒന്നുകൂടി വായിക്കാം. ആകയാൽ ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ, ഏത് ഭക്ഷണവും നമുക്ക് കഴിക്കാം. ഏത് ഭക്ഷണവും സ്തോത്രം ചെയ്ത് കഴിക്കാം. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പ്രസംഗിച്ച പോലെ നമുക്ക് എന്തും സ്തോത്രം ചെയ്ത് പുതിയ നിയമത്തിൽ ഭക്ഷിക്കാം. എന്തും ഭക്ഷിക്കാം സ്തോത്രം ചെയ്ത്, മദ്യം ഒഴിച്ച്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ പ്രമാണം ഉണ്ടായിരുന്നു. പഴയ നിയമത്തിൽ പന്നിയെ തിന്നാൻ പാടില്ല, അയവറക്കാത്തന്നെ തിന്നാൻ പാടില്ല, അങ്ങനെ ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ സ്തോത്രം ചെയ്ത് എന്തും നമുക്ക് ഭക്ഷിപ്പാനായിട്ടിടയായിത്തീരും. ആകയാൽ ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ, പെരുന്നാള്, വാവ്, ശബത്ത് എന്നിവയുടെ കാര്യങ്ങളോ ആരും നിങ്ങളെ എന്ത് ചെയ്യരുത്? വിധിക്കരുത്. ഇത് വരുവാനുള്ളവരുടെ നിഴലത്രേ. സ്തോത്രം. ഹല്ലേലൂയ. താഴോട്ട്. ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളതും താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും. കൊലോസ്യയിലെ ജനങ്ങൾ ദൂതന്മാരെ ആരാധിക്കാൻ തുടങ്ങി. ദൂതന്മാരെ ആരാധിക്കാൻ പാടില്ല കേട്ടോ. ദൂതന്മാരെ ആരാധിക്കുന്ന മീഖായേലിൻ്റെ പേരിൽ ഒക്കെയുള്ള ആരാധനയുണ്ട്. ഗബ്രിയേലിൻ്റെ പേരിലുള്ളവർ കാണും. ഇതൊന്നും പാടില്ലെന്ന്. സ്തോത്രം. ആരാധനയ്ക്ക് യോഗ്യൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. നമ്മൾ കണ്ടല്ലോ, മനുഷ്യനെ ആരാധിക്കാൻ പാടില്ല, ദൂതന്മാരെ ആരാധിക്കാൻ പാടില്ല, പിശാചിനെ ആരാധിക്കാൻ പാടില്ല. ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ കഴിയത്തുള്ളൂ. അവനാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ഈ സത്യം നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച് തന്നതുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം.